ഹായ് SP അരുളൻ. നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മാധ്യമ അവതാരകരുണ്ടല്ലോ, അവർക്ക് വരെ ഇപ്പോൾ ഇവരുടെ സംഘപരിവാർ വിധേയത്വത്തെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ടായിരിക്കുകയാണ്. അവർ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മാധു സജി, അറിയാലോ, കോൺഗ്രസ് അനുഭാവ നിലപാട് സ്മൃതി പരുത്തിക്കാടിനോടൊപ്പം പലപ്പോഴും സ്വീകരിക്കുന്നൊരു അവതാരകയാണ്. അവർ TG മോഹൻദാസ് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ അയാൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജ്, ആ പ്രിവിലേജ് കാണുമ്പോൾ അതിനൊരു ഉദാഹരണ സഹിതം പറയുമ്പോൾ കേരളത്തിൽ സംഘപരിവാറിനെ എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ താരാട്ടുപാട്ട് പാടി അല്ലെങ്കിൽ തൊട്ടിലാട്ടി ഈ നാട്ടിൽ വളർത്തുന്നത് എന്നതിൻ്റെ തെളിവാണ്. കണ്ടല്ലോ, TG മോഹൻദാസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമരത്തിൽ പങ്കെടുത്ത യുവത്വങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആ വിഷയത്തിൽ അന്വേഷിക്കണമത്രേ, ഉടനടി കേസെടുക്കാൻ പറ്റില്ലത്രേ. ആ വിഷയത്തിൽ അവതാരകർ പറയുന്നത് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. TG മോഹൻദാസിനെതിരെ വലിയ പരാതി ഉണ്ടായിട്ടുണ്ട്. SFIയുടെ ഭാഗത്തുനിന്ന് പരാതിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷിക്കാനാണ് ഇപ്പോൾ ഈ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. അന്വേഷണം നടത്തിയാണ് ഇനി കേസെടുക്കേണ്ടത് എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ നോക്കൂ, എന്താണ് TG മോഹൻദാസിന്റെ പ്രിവിലേജ്? നമുക്ക് ആകെ കിട്ടുന്ന ഔദ്യോഗിക വിവരം എന്ന് പറയുന്നത് AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കർ എന്നിവർ നൽകിയ പരാതി അന്വേഷിക്കാൻ സൈബർ സെൽ IGP പ്രകാശിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പം ജാൻമണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവർക്കെതിരെ നവ്യ ഹരിദാസ് പരാതി നൽകി. ആ പരാതിയിൽ ഒന്ന് ഉച്ചയ്ക്ക് കേസെടുത്തു. അതിൽ പരാതി പറഞ്ഞിരിക്കുന്നു, ഏത് പരാതിയാണെങ്കിലും അന്വേഷിക്കണം, കേസെടുക്കണം, കൃത്യമാണ്. അവർ നടത്തിയ പരാമർശം കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് തോന്നുകയാണെങ്കിൽ കേസെടുക്കുകയും വേണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ TG മോഹൻദാസിനെതിരെ കേസെടുക്കണ്ടേ? പരാതിയുണ്ടല്ലോ, 3 പരാതിയുണ്ട് നമ്മുടെ അറിവിൽ. ഈ 3 പരാതിയിലും കേസെടുത്തില്ല. എന്താണ് TG മോഹൻദാസിന്റെ പ്രിവിലേജ്? അന്വേഷണം നടത്തി മാത്രം കേസെടുക്കുക എന്ന് പറയുന്നത് എന്ന പ്രിവിലേജ് എന്താണ്? RSS തള്ളി പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ഒരു ചുമതലയും വഹിക്കുന്നില്ല എന്ന് RSS തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം RSSന്റേതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയ എന്ത് പ്രശ്നമാണ് TG മോഹൻദാസിനെതിരെ കേസെടുക്കാനുള്ളത് എന്നതറിയില്ല. അവിടെ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ പറയുന്നത്. ഒരു പരാതി വരുന്നു, കേസെടുക്കുന്നു. 3 പരാതി വരുന്നു, കേസെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള സംവിധാനമാണ് അതിനി കേട്ടല്ലോ. വേടനെതിരെ എത്ര വേഗത്തിലാണ് കേസെടുത്തത്, കേവലം ഒന്ന് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ. പക്ഷേ ആ വേഗത എന്തുകൊണ്ട് TG മോഹൻദാസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഈ സർക്കാർ അധികാരത്തിൽ വരാൻ പണിയെടുത്തവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അതിൽ TG മോഹൻദാസും ഉണ്ട്. പല ചാനലുകളിൽ പോയിരുന്ന് ഇടതുപക്ഷത്തിനെതിരെ എല്ലാ അലവലാതിത്തരവും ആർക്കു വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കാര്യത്തിന്, ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി പല സഹായങ്ങൾ ചെയ്തവർക്ക് നമുക്ക് ഉടനടി തള്ളി പറയാൻ പറ്റും, കേസെടുക്കാൻ പറ്റും. വെള്ളാപ്പള്ളി വിഷയത്തിൽ എന്തൊരു ഉറഞ്ഞു തുള്ളലായിരുന്നു. കേരളത്തിലെ ലീഗന്മാരും ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചത്തുപോയോ എന്ന് ചോദിക്കുകയാണ്. എന്തൊരു ആവേശമായിരുന്നു നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടും. അതിൽ പിണറായി വിജയൻ പ്രതികരിച്ചില്ല, അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല. കാര്യം എങ്ങനെയാണ് അദ്ദേഹം നടത്തിയൊരു പ്രതികരണം ശരിയാണോ, ശരിയല്ല, തെറ്റാണ്, ആ വിഷയത്തിൽ കേസെടുക്കാതിരുന്നു, ഒരു സംശയമില്ല, കേസെടുക്കേണ്ടിയിരുന്നു. അത് ഇപ്പോൾ കുറ്റം പറഞ്ഞതിന് ശേഷം അതെല്ലാം ചൂണ്ടിക്കാട്ടി വർഗീയതയെ താലോലിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞവർ മേനോന്റെ പഞ്ച് ഡയലോഗ് കേട്ടതിന് ശേഷം അന്ന് ഉറഞ്ഞു തുള്ളിയെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പില്ലേ? അവതാരകർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഇരട്ടത്താപ്പാണ്. TG മോഹൻദാസിന് കൊടുക്കുന്ന പ്രിവിലേജ്, അതായത് P പ്രകാശ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മേനോനോ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും വർഗീയത ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീ അധിക്ഷേപമോ തോന്നിയിട്ടില്ലെങ്കിൽ ഇവർക്ക് സംഘപരിവാറിനോട് എത്രത്തോളം വിധേയത്വമുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം നിങ്ങളാണ് ഈ നാടിനെ സംഘപരിവാറിന് ഒറ്റുകൊടുക്കാൻ കൂട്ടുനിന്നവരെന്ന് പറയുന്നത് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ്. നിങ്ങൾ മേനോൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലകൊണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വികാരം കത്തിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം സംഘപരിവാർ ഇവിടെ തുണി ഉരിഞ്ഞാടുന്ന ഒരു സാഹചര്യം എത്തിയിട്ട് പോലും അതിനെതിരെ ശബ്ദിക്കാനോ, ഇപ്പോൾ ഗവർണറുടെ ഇടപെടൽ നിങ്ങൾ കണ്ടു, ഒരു വാക്കുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെതിരെ ഒരു നിലപാടെടുത്തു. അപ്പോൾ ഇന്നലകളിലാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ തടഞ്ഞപ്പോൾ ഗുണ്ടകളാണ്, അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞവർ. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? മൗനം കൊണ്ട് അവരെ എല്ലാത്തിനും പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്കതിൽ മറുപടിയില്ലെങ്കിൽ, നിങ്ങൾ തുറന്നു വിമർശിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ നാട്ടിൽ ഒരു വരും കാലങ്ങളിൽ നിങ്ങൾ ചാപ്പകുത്തലല്ല, നിങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാൻ പോകുന്നത് കുലംകുത്തികളായിട്ടും ഒറ്റുകാരുമായിട്ടാണ്. അതിൽ ചില അവതാരകർക്ക് ഇപ്പോൾ TG മോഹൻദാസിനോട് എടുത്തിരിക്കുന്ന നിലപാട് കണ്ടിട്ട്, അതിനെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം കണ്ടിട്ട് ശക്തമായി പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി വെളിച്ചം വരുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെന്ന് പറയുന്നവർ ഈ നാടിനെ സംഘപരിവാറിന് ഒറ്റുകൊടുത്തതിന് ശേഷം ആ പ്രവൃത്തിക്കെല്ലാം വിനീത വിധേയരായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർക്ക് നിശബ്ദ പിന്തുണയും അവർ നടപടി എടുത്തോളുമെന്ന് വിചാരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ
ഒക്കെ മനോനിലയും നിങ്ങളുടെയൊക്കെ ആ മറ്റേ വികാരമുണ്ടല്ലോ, വർഗീയതയ്ക്കെതിരെയുള്ള വികാരമൊക്കെ ഒരുതരം ഉടായിപ്പാണെന്ന് ഈ സമൂഹം മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൽ മാധു സജിയെ പോലുള്ള ചിലരെങ്കിലും ഈ സന്ദർഭത്തിൽ സത്യാവസ്ഥ നാടിനോട് പറഞ്ഞതും ആ സത്യാവസ്ഥ അത് സംഘപരിവാറുകാരനായ ഒരാൾ പറഞ്ഞ വാചകത്തിന് ഈ രീതിയിലുള്ള പ്രിവിലേജ് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന് ആരോടാണ് താല്പര്യമെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. അത് തുറന്നു പറഞ്ഞ മാധു സജിയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു.